ഓർമ്മകളെ തീരമതിൽ ചേർന്നുവോ? സ്നേഹമതിൻ കൂടണയാൻ വന്നുവോ? കാലങ്ങൾ താണ്ടി കാതങ്ങൾ താണ്ടി വന്നുവോ? നെഞ്ചിനോരത്തെ കുഞ്ഞു നോവാകും നിൻമുഖം കാണുവാൻ കൺമണി. തിങ്കതിയേകിയ നോവിൽ ഒരു പുതുനിലവായി വന്ന കിനാവേ വന്നു ഇന്നരികെ നിന്നരികെ എൻ മകളെ. നിന്നുടെ നോവുകളിൽ അലിവേകാൻ ഒരു ചെറുതണലായി സാന്ത്വനമേകാൻ വന്നു ഇന്നരികെ ഞാനരികെ എൻ മകളെ. അച്ഛൻ ഇറങ്ങി വന്നു. ആ, എന്റെ ഒരു ക്ലയന്റ് വന്നേക്കുന്നേ. നീ വേഗം പോയി ഒരു ചായ എടുത്തോണ്ട് വാ. ഞാൻ ഡോർ തുറന്നു കൊടുക്കാം. ഓക്കേ അച്ഛാ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലചന്ദ്രൻ. ഗുഡ് മോർണിംഗ്. കയറി വരൂ. വരണം. വാ. ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. അതായത് അലീനയ്ക്ക് തങ്ങളെ അറിയില്ല. എൻ്റെ ഒരു ക്ലയന്റ് എന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുവരെ അവളോട് താങ്കളെ പറ്റി പറഞ്ഞിട്ടുമില്ല. പറയാമായിരുന്നു. പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചു കൊടുത്ത ശേഷം നിങ്ങൾ അവളെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവക്കത് വേദനിക്കും. നിങ്ങൾക്കൊരു പക്ഷെ അത്തരം വേദനകളുടെ കാഠിന്യം അറിയില്ലായിരിക്കും. പട്ടാളക്കാരനായിരുന്നല്ലോ. പട്ടാളക്കാർക്ക് മനക്കരുത്ത് കൂടും അല്ലേ? പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ. പച്ചമാംസവും കുറച്ച് അസ്ഥികളും അതെല്ലാം മൂടുന്ന തൊലിയും. അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞാൻ അവളെ വിളിക്കാം. രഹസ്യ സ്വഭാവമുള്ളൊരു കൂടിക്കാഴ്ച ചെയ്ത് നിങ്ങൾക്ക് അവളെ കാണാം. രണ്ടോ നാലോ വാക്ക് കാഷ്വലായിട്ട് സംസാരിക്കാം. എന്റെ മോളാണെന്ന് ഞാൻ പരിചയപ്പെടുത്തും. ഓക്കെ?
പറഞ്ഞ എന്താണെന്ന് വെച്ചാ ഒന്നും ഓവറാവരുത്. ഇമോഷൻസ് വേണ്ട. അവക്ക് സംശയം തോന്നും. ബുദ്ധിയുള്ള കുട്ടിയാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ടെൻഷനൊന്നും വേണ്ട. കാമാൻ കൂളായിട്ടിരുന്നാ മതി. 23 വയസ്സുള്ള മകളെ അവളുടെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിന്റെ ഒരു ഭാവഭേദവും വേണ്ട. താങ്കൾ കൂടുതൽ പറഞ്ഞതിനെ ടെൻഷനാക്കാതിരുന്നാ മതി. ആ ഓക്കെ, ഞാൻ അവളോട് ചായ എടുക്കാൻ പറയാം. മിസ്റ്റർ മേനോൻ, ടീ ഞാൻ കുടിക്കാറില്ല. കോഫി മതി. കോഫി. ആ അലീന മോളെ. എന്തോ മോളെ, എന്താ അച്ഛാ? എന്റെ ക്ലയന്റ് എത്തിയിട്ടുണ്ട്. ചായ കൊടുക്കണം. ആ ചായ മാത്രം മതിയോ? സ്നാക്സ് എന്തെങ്കിലും? ഏയ്, ഇനി ഉച്ചയാകുമ്പോ അല്ലേ, സ്നാക്സ് ഒന്നും വേണ്ട. ഞാനിപ്പോ തന്നെ കൊണ്ടുവരാം ആ അച്ഛാ. അതെ. ഉം. പിന്നെ ചായ അല്ല, കോഫിയാ വേണ്ടത്. ആ. അത് പറയാൻ വിട്ടുപോയി. ചായ കുടിച്ചെന്ന് വെച്ചാ എന്താ? അത് ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ ഉണ്ട്. കോഫി എടുത്തോ, ഞങ്ങൾ ഇരിക്കുന്നിടത്തോട് കൊണ്ടുവന്നാൽ മതി. ശരി അച്ഛാ. കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുക. ചായ ആണെങ്കിൽ ടപ്പേന്ന് അവൾ റെഡി ആയിക്കൊണ്ട് വന്നിനെ. ചായയുടെ സ്പെഷ്യലിസ്റ്റാ. കോഫി ആയിട്ടൊന്ന് ഇണങ്ങി വരണം. പതിയെ മതി. ആ പതിയെ മതി. അവിടെ കുളത്തൂപ്പുഴ താങ്കൾക്ക് റബ്ബർ തോട്ടമുണ്ടല്ലേ? അതിനെ പറ്റിയ ക്ലൈമറ്റാ. ആ, റബ്ബർ ഒരു കാലത്ത് വലിയ നേട്ടമുള്ള കൃഷിയായിരുന്നു. ഇവിടെ ഈ പാലാ, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, തൊടുപുഴ ഭാഗങ്ങളിലൊക്കെ റബ്ബർ കൃഷിയായിരുന്നു. റബ്ബറുള്ളവനായിരുന്നു മുതലാളി. ചൈനക്കാരാണ് പണി പറ്റിച്ചത്. അവർ മലേഷ്യയിലും കംബോഡിയയിലും വിയറ്റ്നാമിലും ഒക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി പാട്ടത്തിലെടുത്ത് റബ്ബർ കൃഷി തുടങ്ങി. അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അവിടെ തന്നെ റബ്ബർ ഫാക്ടറികളും സ്ഥാപിച്ചു. റബ്ബർ മരത്തിൽ നിന്നും എടുക്കുന്ന പാൽ ഒരു മെഷീനിൽ കയറ്റിയാൽ പിന്നെ നമ്മൾ കാണുന്നത് ആ ഫാക്ടറിയുടെ മറ്റേ അറ്റത്തു നിന്നും കയറിറങ്ങി വരുന്നതാണ്. ഓ അല്ല, ഈ ചൈനക്കാരാണല്ലോ ലോകത്തെ കമ്പോളം മുഴുവൻ നിയന്ത്രിക്കുന്നത്. താങ്കൾക്ക് അതൊന്നും ബാധകമല്ലല്ലോ. സ്വർണത്തിന് എല്ലാ കാലത്തും വില വർദ്ധിച്ചുകൊണ്ടേ. കൺമണിയേ എൻ കനിയേ എന്നുയിരേ വിൺതാരകമേ ഇന്നരികെ നീയണയേ ഈ നെഞ്ചിൻ നോവലിയേ എൻ മകളെ പൊൻകനിയേ എന്നോമൽ നിധിയോ നീ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ? അത് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്റെ മോളാ അലീന. ഓ ഐ സി. ആ മോളെ, കോഫി കൊടുക്ക.
മോളെ ഇത് ലാലിച്ചൻ വലിയ പ്ലാനറാ. നല്ല കോഫി, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അലീൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജോലി അന്വേഷിക്കുന്നു. ആ, മോളെ രോഹിത് എപ്പോ വരും? 4 മണിയാവോ അച്ഛാ? കൃഷ്ണമോളോ? അവള് ഉച്ച കഴിയുമ്പോഴേക്ക് എത്തും. ആ, അച്ഛന് കോഫി വേണം? ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കോഫി കുടിക്കാറില്ലല്ലോ. ആ, ഞാൻ ചായ എടുക്കാട്ടോ. ഇപ്പൊ വേണ്ട മോളെ. ആ മോളെ, ആ കോഫിയുടെ ഇവിടെ വച്ചിട്ട് വെക്കോ. അച്ഛന് വേണമായിരുന്നോ? എനിക്ക് വേണ്ട, ഇദ്ദേഹത്തിന് ചിലപ്പോ ഒരു കോഫി കൂടെ വേണ്ടി വന്നാലോ. എന്ത് തോന്നുന്നു? ഞാനിപ്പോ പോവുകയാ, ഫോണിൽ വിളിക്കാം. ഒന്നും പറയാനില്ലേ? ഞാനിപ്പോ കുറച്ച് ടെൻഷനില്ല. എന്തു പറ്റി? എന്റെ അമ്മച്ചിയാ. പാവം, മരിച്ചുപോയി 23 വർഷങ്ങൾക്ക് മുമ്പ്. അതേ മുഖം, അതേ രൂപം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാം. ഞാൻ കുറച്ച് ഇമോഷണലാണ് മിസ്റ്റർ മേനോൻ. ഇങ്ങനെയുള്ള അവസ്ഥ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. താങ്കൾക്ക് സംശയം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറെ തെളിവുകൾ ഞാൻ ഹാജരാക്കണോ? വേണ്ട, എനിക്ക് സംശയങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാതെ ടോട്ടൽ ഡിലേമിലാണ് ഞാനിപ്പോ. തീരുമാനമെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാൻ പാടില്ല. എന്തെല്ലാം നോക്കണം ഞാൻ. താല്പര്യമില്ലെങ്കിൽ നോ പറയാനുള്ള ഓപ്ഷൻ ഇനിയും ബാക്കിയുണ്ടോ? ഇല്ല, സ്റ്റാൻലി ജോസഫിനെ നിങ്ങൾ താഴ്ത്തി കണ്ടരുത്. എനിക്ക് മനുഷ്യരെ മനസ്സിലാകും, അവരുടെ അവസ്ഥകളും മനസ്സിലാകും. അവൾ നിങ്ങളെ അച്ഛാ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി. വേറെ ആർക്കും പറ്റില്ല മിസ്റ്റർ മേനോ.
മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐ ഹാവ് എവർ സീൻ. ഒരുപക്ഷേ എനിക്ക് അത്രയും സ്നേഹവും ബഹുമാനം കിട്ടിയെന്ന് വരില്ല, അല്ലേ മിസ്റ്റർ മേനോ? ഞാൻ പോയിട്ട് വരാം. അച്ഛന്റെ ക്ലയന്റ് പെട്ടെന്ന് പോയോ? ആ അത് അയാൾക്ക് പെട്ടെന്ന് ഫോൺ വന്നു. നല്ല തിരക്കുള്ള മനുഷ്യരാ. സാധാരണ മനുഷ്യരെ പോലെയല്ല അല്ലേ? എന്തോ ഒരു പ്രത്യേകത. ആ, ആ. ആ, അച്ഛനുമായിട്ടുള്ള ഇടപാടെല്ലാം കഴിഞ്ഞു. ഇല്ല, തീർന്നിട്ടില്ല. വീണ്ടും കാണണം. ഹലോ, ഞാൻ ഹോട്ടലിൽ നിന്ന് വിളിക്കുകയാണ്. അങ്ങോട്ട് തന്നെയല്ലേ പോയത്? എനിക്ക് അലീനെ ഒന്നുകൂടി കാണണം മിസ്റ്റർ മേനോ. എന്തു പറ്റി? എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? അല്ല, അതുകൊണ്ടല്ല. ഞാൻ അവളെ ശരിക്കും കണ്ടോ എന്നൊരു സംശയം. ഇല്ല, ശരിക്ക് കണ്ടിട്ടില്ല. ഒന്നുകൂടെ കാണണം. ആദ്യം നിങ്ങളുടെ തീരുമാനത്തിലെത്ത്. അലീനെ വേണോ വേണ്ടയോ എന്ന്. അത് കഴിഞ്ഞിട്ട് മതി അടുത്ത കൂടിക്കാഴ്ച. എനിക്ക് അലീനയെ വേണം. ഇക്കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാനില്ല. ഇനി എന്തായാലും എൻ്റെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റില്ല. മറ്റെവിടെയെങ്കിലും വെച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. എവിടെ വെച്ചാണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. ഞാൻ എവിടെ വരാനൊരുക്കാം. നമുക്ക് ടൗണിൽ വെച്ച് കാണാം. ശരി, അങ്ങനെയാവട്ടെ. അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, കല്യാൺ. അവിടെ വെച്ച് നിങ്ങൾക്ക് അലീനെ ഒന്നുകൂടെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരാം. ഞങ്ങൾ തമ്മിൽ അറിഞ്ഞുകൊണ്ടൊരു കൂടിക്കാഴ്ച ഇപ്പോൾ വേണ്ട. അലീനെ അറിയണ്ട. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണണമെന്ന് പറയുന്നത്? എനിക്ക് അലീനയുടെ 1-2 ഫോട്ടോസും വീഡിയോസും വേണം. അതെല്ലാം കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? എന്റെ അപ്പച്ചനെ കാണിച്ചു കൊടുക്കാനാ. അതൊക്കെ നിങ്ങളുടെ സ്വകാര്യത, ഞാനവിടെ അവിടെ നിന്നില്ല. അലീനയും കൂട്ടി ഞാൻ ടെക്സ്റ്റൈൽസിൽ വരും. 1/2 മണിക്കൂർ അവിടെ ചുറ്റിത്തിരിയും, തിരിച്ചു വരും. അതിനിടയ്ക്ക് നിങ്ങൾ അവിടെ വരികയോ കാണുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഒരൊറ്റ നിബന്ധന മാത്രം, അലീനയ്ക്ക് സംശയം തോന്നരുത്. അവളെ തിരിച്ചറിയാനോ ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത്. ഇല്ല, ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന ആളല്ല. എനിക്ക് എവിടെയെങ്കിലും ഒരു മകളുണ്ടെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ പുറകെ പോകുന്ന ആളുമല്ല. പക്ഷേ നിങ്ങളെന്നെ അടിമുടി ഉലച്ചു കളഞ്ഞു. ഇന്ന് അലീനയെ കണ്ടതോടെ എൻ്റെ എല്ലാ പ്രതിരോധവും തകർന്നു. അത്രയും താങ്കൾ മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ അലീനയും കൂട്ടി വരാം. നീ എന്നെ ദ്രോഹിച്ചെന്നും വേദനിപ്പിച്ചെന്നൊക്കെ സമ്മതിച്ചല്ലോ. എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നീ എന്റെ അടുത്ത് വന്ന് സ്നേഹം കാണിച്ചപ്പോ എനിക്ക് അതാണ് ഏറ്റവും വലുത്.